KP Bharathan, born November 1946, died July 13, 1996. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഇത് അവിടെ നിൽക്കണ്ടായിരുന്ന പൂവാണ്, അതൊക്കെ വെച്ച് അതുപോലെ ഒരു ഇലയൊക്കെ കൂട്ടി കെട്ടി ഇവരിങ്ങനെ ചെറിയൊരു ബൊക്കെ പോലെ ഞാൻ ഉണ്ടാക്കി. ഭരതൻ സാറ് ഡയറക്റ്റ് ചെയ്ത കേളി എന്ന് പറഞ്ഞ പടം, അത് ജയറാമേട്ടനാട്ടോ അതിൽ അഭിനയിച്ചേക്കണേ. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിങ് നടന്നിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗം ഷൂട്ട് ചെയ്തേക്കണത് ഈ അമ്പലക്കുളത്തിലും അതുപോലെ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തേക്കണേ. അമ്പലം അതുപോലെ കുളമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിനി അത് പോയിട്ട് കാണാം അല്ലേ? വയ്യോ, കാണിച്ചു തരാം. ആ ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീട്ടിലാണ് സാറ് വരുമ്പോൾ താമസിച്ചിരുന്നത് അല്ലേ? ഇവിടെ ഇപ്പൊ താമസിക്കുന്നത് സാറിന്റെ പെങ്ങളുടെ മകൻ അല്ലേ? പെങ്ങളുടെ മകനാണ് താമസിക്കുന്നത്. മരുമകൻ. അപ്പൊ സാറിന്റെ പേരെന്ന് പറയൂ. രഘു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ D-SAB വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഭരതൻ സാറിൻ്റെ വീട്ടിലേക്ക്, മലയാളത്തിലെ വലിയൊരു ഡയറക്ടറാണ് ഭരതൻ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ വീട്ടിലേക്ക്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിനെ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് വരെ അറിയാം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിനെ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രണ്ടുപേരുടെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്ന് എൻ്റെ വീടിൻ്റെ മുന്നിലാട്ടോ ഞാൻ ഇൻട്രോ പറയണത്. പിന്നെ എന്താ, അപ്പോൾ ഇനി പോണ വഴിയിൽ വേറെ വല്ല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, വേറെ വല്ല സ്ഥലങ്ങളോ അങ്ങനെ കാണിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കില്ല. അപ്പോൾ വായോ പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് തെക്കുംകര. തെക്കുംകര എന്ന് പറഞ്ഞൊരു സ്ഥലം. അതായത് ഫസ്റ്റ് വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ 18 അല്ല? അപ്പം 18 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതെ ഈ ബാക്കിൽ കാണുന്ന അവിടെ നിന്ന് കണ്ട മണ്ണിടിഞ്ഞ് വന്നേക്കണ കണ്ട, ഇവിടെ നിന്ന് മണ്ണിടിഞ്ഞിട്ട് കുറേ ആൾക്കാർ മരിച്ച സ്ഥലമാണ് ഇവിടെയൊക്കെ ഇതൊക്കെയത്. ഈ ഭാഗത്തൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു. ഈ റോഡൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, ഇതൊക്കെ ഇപ്പോൾ ശരിയായിട്ട് വരണേ. ഈ ഭാഗത്തുണ്ടായിരുന്ന വീടുകളൊക്കെ പോയി. ഇപ്പോൾ അവിടെ വാഴയൊക്കെ പിടിപ്പിച്ചേക്കാണ്, വാഴയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, അപ്പോൾ വാഴ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഈ റോഡ് ശരിയാക്കിയെന്ന് തോന്നണു അല്ലേ? ഇപ്പം ഈ റോഡ് ശരിയാക്കി. പക്ഷേ അന്ന് 18 സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവിടെ നിന്നാണ് മണ്ണിടിഞ്ഞിട്ട് വീടുകളും അതുപോലെ കാറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയി. അങ്ങനത്തെ ഒരു സ്ഥലമാണിട്ടത്. നമ്മൾ വടക്കാഞ്ചേരി പോണ റൂട്ടിൽ തന്നെയാണ് ഈ സ്ഥലം. കുറാഞ്ചേരി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് എന്നാണല്ലോ. കുറാഞ്ചേരി എന്നും പറയുന്നതേ ഇവിടെ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആ സ്ഥലം കേട്ടോ. നമ്മൾ പോണ വഴി ആയ കാരണം ജസ്റ്റ് ഒന്ന് കാണിച്ചെന്താ. എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ 18 വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ കോയമ്പത്തൂരാണല്ലേ? ഞാൻ കോയമ്പത്തൂരാ. ഞാൻ അവിടെ ജോലി ചെയ്യാണ്. അപ്പം ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല. അവിടെ വിശേഷങ്ങൾ അല്ല എന്തൊക്കെയാണ് ഉണ്ടാവണേന്ന് നമുക്ക് പേപ്പറിൽ ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ അറിയായിരുന്നു. പക്ഷേ ഇങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒരുപാടൊന്നും നമുക്ക് അറിയാനും പറ്റിയിരുന്നില്ല. അപ്പോൾ ഇതാണ് ആ സ്ഥലം. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കുറേ പേര് മരിച്ച സ്ഥലമാണ് ഇത് കേട്ടോ. അതെ, മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് അവിടെ. അതെ, അപ്പോൾ ഇതാണ് ആ സ്ഥലം. നമ്മളെ പോണ വഴി ആയ കാരണം ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ഇതൊരു കയറ്റാന്ന് തോന്നണോ അല്ലേ? ഇവിടെ ഞങ്ങളൊരു കയറ്റാണ്. അപ്പോൾ വായോ നമുക്കിനി ഇവിടെ നിന്ന് പോവാം. വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവാം. നമുക്ക് വടക്കാഞ്ചേരിയിലേക്ക് പോവാട്ടെ. അപ്പോൾ വായോ. കാണുന്നതാണ് നമ്മുടെ വടക്കാഞ്ചേരി പള്ളി. ഇവിടെയാണ് ഭരതൻ സാറിൻ്റെ വീട്. എന്നോട് പ്രോപ്പർ പ്ലേസ് പറയില്ല എന്ന് കുറേ പേര് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ പറഞ്ഞാൽ കുറച്ച് പ്രശ്നമുണ്ട്. അത് കാരണമാണ് അത് പറയാത്തത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഭരതൻ സാറിൻ്റെ വീട്ടിലേക്ക് പോവാം.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭരതൻ സാറിൻ്റെ തറവാടിൻ്റെ മുന്നിലാണ്. ഇവിടെയാണ് ഭരതൻ സാറിന് അടക്കം ചെയ്തിട്ടുള്ള ശവകുടീരമൊക്കെ ഇവിടെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഭരതൻ സാറിൻ്റെ തറവാട്. ഭരതൻ സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വലിയൊരു സിനിമാ സംവിധായകൻ, എല്ലാത്തിലുപരി വലിയൊരു പ്രതിഭയാണ് അദ്ദേഹം. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അമരം, വെങ്കലം, കേളി, അതുപോലെ താഴ്വാരം, അങ്ങനെ ഒരുപാട് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു അഭിനയ പ്രതിഭയല്ല, ഒരു വലിയൊരു കലാപ്രതിഭയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ഫിലിം, ഫീച്ചർ ഫിലിമിനുള്ള നാഷണൽ അവാർഡ്, അതുപോലെ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, അങ്ങനെ ഫിലിം ഫെയർ അവാർഡ്സ്, അങ്ങനെ ഒരുപാട് അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. ഞാനായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, മലയാളത്തിലെ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം അല്ലേ, വായു. അതാണ് നമ്മുടെ വീട്, സാറിൻ്റെ വീട് അതാണ്. ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഭരതൻ സാറിൻ്റെ പെങ്ങളുടെ മകളാണ് കേട്ടോ താമസിക്കണേ. പിന്നെ ഭരതൻ സാറിൻ്റെ ശവകുടീരമുള്ളതും ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഇതൊരു പറമ്പാണ്, ഈ പറമ്പിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കാം കേട്ടോ. ഇവിടെ ഈ ഒരു പറമ്പിലാണ് വെച്ചേക്കണേ. ഇവിടെ ഒരു വീടുണ്ട്, അപ്പോൾ ഇവിടെ ചെന്ന് ചോദിക്കാനാണ് പറഞ്ഞത് വെച്ചിരിക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് പോയി ചോദിക്കാം. ഇത് ശരിക്കും ഒരു പറമ്പിൻ്റെ നടുക്കാണ്. ഇതാണ് ഭരതൻ സാറിൻ്റെ ശവകുടീരം. അപ്പുറത്ത് ആരുടെ ഉണ്ട്, പക്ഷെ അവിടെ പേരൊന്നും എഴുതിയിട്ടില്ല. ആരുടെയാണെന്ന് എനിക്ക് വലിയ അറിവില്ല. പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് KP ഭരതൻ, ബോൺ ഓൺ നവംബർ 1946, അതുപോലെ ഡൈഡ് ജൂലൈ 13, 1996. 1946 അദ്ദേഹം ജനിച്ചത്, അതുപോലെ മരിച്ചത് 1996. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്, ഇപ്പം ഇത് അവിടെ നിൽക്കണ്ടായിരുന്ന പൂവാണ്, അതൊക്കെ വെച്ച് അതുപോലെ ഒരു ഇലയൊക്കെ കൂട്ടി കെട്ടി ഇങ്ങനെ ചെറിയൊരു ബൊക്കെ പോലെ ഞാൻ ഉണ്ടാക്കി. എനിക്കെന്തോ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അത് കാരണം വെറുതെ ഒന്ന് ഉണ്ടാക്കിയതാണ്. അന്ന് മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയില്ല. അന്ന് വീട് ലോക്കായിരുന്നില്ലേ, അപ്പോൾ അത് കാരണം ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയില്ല. പിന്നെ വിളക്ക് കത്തിക്കലൊന്നും പോസിബിൾ അല്ല, അത് കിട്ടാനില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇതൊന്ന് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ഇതാരും വല്ലാണ്ട് ചിന്തിച്ച് കൂട്ടൊന്നും വേണ്ട കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ചെയ്തു എന്നുള്ള, വേറെ കാര്യമൊന്നും അതിൻ്റെ ഉള്ളിലില്ല. മണിച്ചേട്ടൻ്റെ അവിടേക്ക് പോയപ്പോൾ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ എനിക്കും തോന്നി. ഇവിടെ ആകെ പുല്ല് പിടിച്ച് കിടക്കുക. പുളിയുറുമ്പൊക്കെ ഉണ്ടെന്ന് അറിയാം. ഇയമ്മേ അവിടുത്തെ ആ വീട്ടിൽ താമസിച്ചിരുന്ന ആ സാറ് പറഞ്ഞു ഇവിടെയാണ് ഇതെന്നൊക്കെ പറഞ്ഞു, ശവകുടീരം വെച്ചേക്കണത് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കാരണം ആ വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ അത് കാരണം ഞാൻ ഒന്ന് കൊണ്ടുവച്ചതാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. നമുക്ക് പോവാം ഇനി ഇവിടെ നിന്ന്. ഇതൊക്കെ അവരുടെ സ്ഥലങ്ങളാട്ടോ. അത് ഈ ബാക്കിൽ ഇപ്പം വിറ്റിട്ട് ഇതിപ്പോൾ ഭരതൻ സാറിൻ്റെ പെങ്ങളാണ് വാങ്ങിയേക്കണേ. പിന്നെ നമുക്ക് ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പം ഇനി നമുക്കിനി വേറെ സ്ഥലത്തേക്ക് പോവാം അല്ലേ. പോവാം.
ഭരതൻ സാറ് ഡയറക്റ്റ് ചെയ്ത കെളി എന്ന് പറഞ്ഞ പടം. അത് ജയറാമേട്ടനാട്ടോ അതിൽ അഭിനയിച്ചേക്കണേ. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിങ് നടന്നിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗം ഷൂട്ട് ചെയ്തേക്കണത് ഈ അമ്പലക്കുളത്തിലും അതുപോലെ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തേക്കണേ. അമ്പലം അതുപോലെ കുളമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിനി അത് പോയിട്ട് കാണാം അല്ലേ? വയ്യോ, കാണിച്ചു തരാം. ആ ഭാഗങ്ങൾ കാണിച്ചു തരാം. അതെ, അതിൽ കാണിക്കണ അമ്പലക്കുളമാണ് കേട്ടോ ഇത്. പക്ഷേ അതിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. റിനോവേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പിന്നെ അവിടെ അമ്പലമുണ്ട്. ഇതാ കാണുന്നതാണ് കേളി ഷൂട്ട് ചെയ്ത അമ്പലം. ഇത് അമ്പലക്കുളം. ഇതിപ്പോൾ റിനോവേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല എക്കോ ഉണ്ട് ഇവിടെ, നല്ല എക്കോ. ഇത് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടനും പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങിക്കോളാൻ. അപ്പോൾ അത് കാരണം കുഴപ്പമൊന്നുമില്ല. കേളി എന്ന് പറഞ്ഞ സിനിമയിൽ അമ്പലക്കുളം എങ്ങനെ ആയിരുന്നില്ല, അന്ന് കുറച്ചും കൂടിയും പൊട്ടി പൊളിഞ്ഞ അവസ്ഥയായിരുന്നു. പക്ഷെ ഇത് നല്ലപോലെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാളെ ആയിട്ടുള്ളൂ റിനോവേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ആ കുളം. അതുപോലെ ഇതാ കാണുന്നതാണ് അമ്പലം. അമ്പലത്തിൻ്റെ നട ഇപ്പോൾ തുറന്നിട്ടില്ല, അതാണ് അമ്പലം. ഓക്കെ. നമ്മുടെ വടക്കാഞ്ചേരി നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് ഈ കാണുന്നതാണ് നമ്മുടെ ഉത്രാളിക്കാവ് ക്ഷേത്രം. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ പൂരം ഭയങ്കര ഫേമസ് ആണ്. ഈ കാണുന്നതാണ് ആ ക്ഷേത്രം കേട്ടോ. ഈ അകലേന്ന് കാണാനാ ഭംഗി ക്ഷേത്രം. കണ്ട ഇതിന്റെ പുറം ഭാഗത്ത് നോക്കിയാൽ അവിടെയൊക്കെ നിറയെ മലകളും നല്ല ഭംഗിയാ ഇവിടെ നിന്ന് കാണാൻ. അതാ ഇങ്ങനത്തെ ഒരു ഷോട്ട് എടുത്തേട്ടാ. വാ നമുക്കിനി അവിടെ നിന്ന് ഇറങ്ങാം. ഇതവിടെ പടികളുണ്ട്, പടികളുണ്ട്. പതുക്കെ ഇറങ്ങിക്കോളോ, വഴുക്കലുണ്ടാവും. ഞാൻ എന്നോട് ചേട്ടാ പറയണേ, പതുക്കെ ഇറങ്ങിക്കോളോ എന്ന്. വഴുക്കലുണ്ട്. ഇത് ആൽത്തറ, ആൽമരമുണ്ട്. ഈ ആൽമരത്തിന് വല്ല പ്രത്യേകതകൾ ഉണ്ടാവാവോ? എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടോന്നൊന്നും അറിഞ്ഞുകൂടാ. ഇതാണ് പാടം. ഈ പാടത്ത് വെച്ചിട്ടാണ് വെടിക്കെട്ട് നടക്കാറ്. അങ്ങനെ ഒരു കൊല്ലം വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് അത് അവിടെ റെയിൽപാളാണ്, റെയിൽപാളം. അവിടെ ഇരുന്നിട്ട് വെടിക്കെട്ട് കാണുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് റെയിൽപാളത്തിൽ ഇരുന്നിട്ടാണ് വെടിക്കെട്ട് കണ്ടത്. അപ്പോൾ ആ വെടിക്കെട്ടിൻ്റെ സൗണ്ട് കാരണം ട്രെയിൻ വന്നത് അവരറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ മരിച്ചു ഒരു കൊല്ലത്തെ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ ആ സമയത്ത്. അപ്പോൾ ഇതാണ് വളരെ പ്രശസ്തമായ ഉത്രാളിക്കാവ് ക്ഷേത്രം കേട്ടോ. ഇനി നമ്മളെ ഉള്ളിലേക്ക് അധികം പോകണില്ല. ചിലപ്പോൾ പെർമിഷനൊന്നും ഉണ്ടാവില്ല വീഡിയോ എടുക്കാനായിട്ട്. നമുക്കും ആരായിട്ട് ഇവിടെ ടച്ചൊന്നും ഇല്ലല്ലോ. അങ്ങനെ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്കും അറിയാത്ത സ്ഥലങ്ങളാണ്. അപ്പം ഇനി വായോ, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ? വായോ, പോവാം. വടക്കാഞ്ചേരി ഭാഗത്ത് വാഴാനി ഡാം, അസുരംകുണ്ട് ഡാം, പൂമല ഡാം, അങ്ങനെ കുറച്ച് ഡാമുകളുണ്ട്. അപ്പോൾ ഈ കയറ്റ പ്രദേശമായ കാരണം ഇതിലൂടെ പോകാനായിട്ട് നല്ല രസമാണ്. നല്ല തണുത്ത കാറ്റൊക്കെ വീശുക. പിന്നെ അപ്പുറം നല്ല മരങ്ങളായ കാരണം കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ ഈ ഭാഗം. നമ്മൾ വടക്കാഞ്ചേരി കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ വീട്. സാറ് താമസിച്ചിരുന്ന വീട് കേട്ടോ. തറവാടുണ്ട് ഇവിടെ, പക്ഷേ അതിപ്പോൾ പൊളിച്ച് കളഞ്ഞേക്കാണ്. സാറ് താമസിച്ചിരുന്ന വീട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അത്. പഴയ വീടാണ്. 40-40 വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ വീടിന്.
നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ വീട് ഇരുന്നിരുന്ന സ്ഥലം. അതായത് തറവാടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഇടിച്ചു പൊളിച്ചു. ഇത് കണ്ട, ഇത് കിണറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ സാറ് വരുമ്പോൾ ഇവിടെയായിരുന്നു തറവാട്. സാറിൻ്റെ ഫാമിലിയും അതുപോലെ അമ്മയൊക്കെ താമസിച്ചിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന വീട്ടിലായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇടിച്ചു പൊളിച്ചു. പിന്നെ സാറ് വരണ സമയത്ത് ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിനെ ഞാനായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാവുന്നതാണ്. ശരപഞ്ചരം, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, പിന്നെ മീശമാധവൻ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അച്ചുവിൻ്റെ അമ്മ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഞാനായിട്ട് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. എനിക്കെന്തോ ഇത്ര നേരം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയിട്ട് ഇത് റെക്കോർഡ് ചെയ്യണ സമയത്ത്, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴ വന്നു. ഇപ്പോഴത്തെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കുറേ മരങ്ങളുള്ള കാരണം ഞാനത് അറിയാത്തത്. എനിക്കെന്തോ ഒരു ഫീലായിപ്പോയി. ഇത്ര നേരം മഴയില്ലാണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ട് മഴ പെയ്തപ്പോഴേ എനിക്കെന്തോ ആത്മാക്കളുടെ സന്തോഷമാണ് മഴ എന്ന് പറയണ കേട്ടിട്ടില്ലേ? നമ്മൾ ഏത് സിനിമയിലാണ് മഴത്തുള്ളി കിലുക്കത്തിൽ ദിലീപേട്ടൻ പറയണ കേട്ടിട്ടില്ലേ? എനിക്കെന്തോ അതുപോലെ തോന്നി. എനിക്ക് ജസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റി, എന്തോ അദ്ദേഹത്തിൻ്റെ ആത്മാവോടുള്ള പോലെ ഫീൽ ചെയ്യാൻ പറ്റി മഴ പെട്ടെന്ന് വന്നപ്പോൾ. എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം അല്ലേ? ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീട്ടിലാണ് സാറ് വരുമ്പോൾ ഒക്കെ താമസിച്ചിരുന്നത് അല്ലേ? ഇവിടെ ഇപ്പം താമസിക്കുന്നത് സാറിൻ്റെ പെങ്ങളുടെ മകൻ അല്ലേ? പെങ്ങളുടെ മകനാണ് താമസിക്കുന്നത്. അതെ, മരുമകൻ. അപ്പോൾ സാറിൻ്റെ പേരെന്ന് പറയൂ. രഘു. സാറിനെ കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ. ഏകദേശം അച്ഛൻ്റെ ഒരു തന്നെയാണ്, ചെറുപ്പം തൊട്ടേ കാണല്ലേ. അപ്പൊ അങ്ങനെ ഒരു അന്നൊക്കെ ഈ സിനിമയ്ക്ക് പറഞ്ഞതിന് പിന്നെ ഒരു കോമഡി മാതിരിയാണ് എല്ലാം, അല്ലാതെ സിനിമ എന്നുള്ളൊരു ജാടിയൊന്നുമില്ല. അതെ അല്ലേ? എല്ലാം. അപ്പൊ സാറ് വരുമ്പോഴൊക്കെ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ തറവാട് വീട് പൊളിച്ചിട്ട് എത്ര നാളായി? തറവാട് പൊളിച്ചിട്ട് 10-30 വർഷം. 10-30 വർഷത്തിന് മേലെയായില്ലേ? അപ്പൊ ആദ്യം അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പൊ എനിക്ക് ഓർമ്മയില്ല. അതെ അല്ലേ? വലിയ ഓർമ്മയില്ല. ഓക്കെ. അപ്പോ സാറിനെ ദഹിപ്പിച്ചിരിക്കുന്നത് പാമ്പാടി, അവിടെയാണ് കൊണ്ട് ദഹിപ്പിച്ചത്. ഇവിടെ മരിച്ചന്ന് ഇവിടെ ഒരു ദിവസം വെച്ചു. ഒരു മണിക്കൂർ ആൾക്കാർ കാണാൻ വേണ്ടിട്ട്. അപ്പോ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടാണ് കണ്ടിരുന്നത്. അല്ല, കുറെ പേര് പബ്ലിക് ലൈബ്രറിയിലും വെച്ചിരുന്നു, വായനശാലയിലും വെച്ചിരുന്നു. പിന്നെ അവരുടെ വീട്ടിൽ വെച്ചു, രാത്രി അവിടെ വെച്ച വീട്ടിൽ. പിറ്റേ ദിവസം കാലത്ത് പാമ്പാടി. ഓക്കെ. അപ്പൊ സാറിന്റെ വൈഫ് അവിടെ കേരളശ്ശേരി, പാലക്കാട്. സാറിന് എത്ര കുട്ടികളാണ്? 2 പെൺപിള്ളേർ. ഇപ്പൊ അവരൊക്കെ എവിടെയാ? ഒരാൾ തൃശ്ശൂരും ഒരാൾ പാലക്കാട്. മാരേജ് ഒക്കെ കഴിഞ്ഞ് മാരീഡ് ആണ്, കുട്ടികളൊക്കെ ആയില്ലേ? അപ്പോ നമുക്ക് കുറെ വിശേഷങ്ങൾ സാറിന്റെ അടുത്ത് നിന്ന് അറിയാൻ പറ്റി. 2006 മെയ്യിലാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ വീട് കേട്ടോ. അപ്പോൾ പറഞ്ഞതിനൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടാ. നമ്മൾ ഇന്ന് ഫുള്ള് മരണമയം പോലെ തോന്നിയില്ലേ? പോണ വഴിക്ക് തന്നെ ആ കുറാഞ്ചേരി ഭാഗമല്ലേ നമ്മൾ കാണിച്ച്, അവിടെ അല്ലേ ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീണിട്ട് ആൾക്കാർ മരിച്ചത് നമ്മുടെ 2018 ആ വെള്ളപ്പൊക്കത്തിൽ. ഒന്ന് ഫുൾ അങ്ങനെ ആയിപ്പോയില്ലേ? പിന്നെ ഉത്രാളിക്കാവും കാണിച്ചു, അവിടെയും കുറച്ച് പേര് മരിച്ച സ്ഥലമായിരുന്നില്ലേ? അതും കൂടി പറഞ്ഞല്ലേ? എനിക്കെന്തോ പോലെ തോന്നി. ഈ കുറാഞ്ചേരി ഭാഗത്തേക്ക് ഞാൻ ചെന്നപ്പോഴേ എനിക്കെന്തോ പോലെ തോന്നി. ആ സമയത്ത് അവിടെ മണ്ണ് മാന്തി എടുക്കാൻ വേണ്ടിയിട്ടേ അവിടെ വന്ന ആൾക്കാരുടെ ഒരവസ്ഥ ഒക്കെ ആലോചിച്ചപ്പോഴേ എനിക്കെന്തോ പോലെ ആയി. ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ? ഭരതൻ സാറിൻ്റെ വീട് കണ്ടു, അതുപോലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ വീടൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ടാറ്റ ബൈ ബൈ, സീ യു.